അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മീഡിയനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. മീഡിയൻ ഓഫ് റോ ഡാറ്റ. ഒരു റോ ഡാറ്റ കിട്ടിയാൽ അതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടെത്താമെന്നാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മീഡിയൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ആയ ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദീകരിക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികൾക്കിടയിൽ നടന്ന മാത്തമാറ്റിക്സ് ടെസ്റ്റ് 15ലേക്കാണ് പരീക്ഷ നടന്നത്. 35 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അപ്പം 15ലേക്ക് നടന്ന ക്ലാസ് ടെസ്റ്റിൽ 35 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് താഴെ നൽകുന്നത്. ഇവിടെ 2 കോളങ്ങളിലായി മാർക്കും രണ്ടും തന്നിട്ടുണ്ട്. ആദ്യം മാർക്സ് ഒബ്റ്റൈൻഡ്, കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഈ നിറത്തിൽ കാണുന്നത്. 3 മാർക്ക് കിട്ടിയ കുട്ടികൾ 4 എണ്ണം. അടിയിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. 3 മാർക്ക് കിട്ടിയ കുട്ടി 4 എണ്ണം, 5 മാർക്ക് കിട്ടിയത് 6 ആക്കും, 6 മാർക്ക് കിട്ടിയത് 5 ആക്കും, 11 മാർക്ക് കിട്ടിയത് 7 പേർക്ക്, 15 മാർക്ക് കിട്ടിയത് ഓൺലി 1, 14 മാർക്ക് കിട്ടിയത് 3 പേർക്ക്, 13 മാർക്ക് കിട്ടിയത് 2 പേർക്ക്, അതിനെ കൊടുത്തിട്ട് 12 മാർക്ക് കിട്ടിയത് 3 പേർക്ക്, 10 മാർക്ക് കിട്ടിയത് ഒരാൾക്ക്. ഇങ്ങനെ ആ ക്ലാസ്സിലെ 35 കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആണ്, ഏറ്റവും മധ്യത്തിൽ വരുന്ന ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഈ തന്ന ഡാറ്റ ഒരു ഏത് രൂപത്തിലാണ്, ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കണം. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അസെൻഡിങ്ങും അല്ല ഡിസെൻഡിങ്ങും അല്ല. കാരണം ഇതിൽ ഏറ്റവും ചെറുതാര 3 ആണ്. ഏറ്റവും ചെറുത് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലുത് ഇവിടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആണ് വരേണ്ടത് അല്ലെ? അപ്പോ ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രൂപത്തിൽ എഴുതുമ്പോൾ ആദ്യം 3 മാർക്ക് കിട്ടിയത് 5 മാർക്ക്, 6 മാർക്ക്, 7, 10, 11, 12, 13, 14, 15. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി എഴുതണം. അതിനനുസരിച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് താഴെയുള്ളത് അതിനനുസരിച്ച് മാറ്റി എഴുതണ്ടേ. അപ്പൊ 15 മാർക്ക് കിട്ടിയത് ഒരു കുട്ടിക്കാണ്. അപ്പൊ അതിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 മാർക്ക് കിട്ടിയത് 4 കുട്ടികൾക്ക്, 3 മാർക്ക് കിട്ടിയത് 4 കുട്ടികൾക്കാണ്. അതിനെങ്ങനെ എഴുതി? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇതിലാകെ 35 കുട്ടികളാണ് അല്ലെ? 35 കുട്ടികളാണുള്ളത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഒറ്റയോ ഇരട്ടയോ ആണോ എന്നാകും ആദ്യം പരിശോധിക്കണം. തന്ന ഒബ്സർവേഷനിലെ തന്ന ഡാറ്റയിലെ ഒബ്സർവേഷൻ ഇവിടെ 35 ആണ്. 35 എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. ഒറ്റയാകുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ എന്തായിരുന്നു? അതിലേക്ക് 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? 35ലേക്ക് 1 കൂട്ടിയിട്ട് 36, അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടാം? 18 അല്ലെ? അപ്പൊ 18ാമത്തെ ഒബ്സർവേഷൻ ആണ് ഇതിന്റെ ആൻസർ. ശ്രദ്ധിക്കണം, ഇവിടെ ആദ്യം നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം ഇത് ഇരട്ടയക്കമാണോ ഒറ്റയക്കമാണോ എന്ന് പരിശോധിച്ച് 35 എന്നത് ഒറ്റയാണ്. ഒറ്റയാകുമ്പോൾ നമ്മൾ പറഞ്ഞത് അതിലേക്ക് 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക എന്നാണ്. 35ലേക്ക് 1 കൂട്ടിയാൽ 36, അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ 18. 18ാമത്തെ ഒബ്സർവേഷൻ ആണ് മീഡിയൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 18ാമത്തെ ഒബ്സർവേഷൻ നമുക്ക് ഇത് ഇങ്ങനെ നേരിട്ട് കണ്ടെത്താൻ കഴിയില്ല. 18ാമത്തെ ഒബ്സർവേഷൻ ആരാ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ അത് കണ്ടെത്താൻ വേണ്ടി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എഴുതേണ്ടി വരും അല്ലെ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു ചാർട്ട് ഇവിടെ കാണുന്നുണ്ടാകും. മാർക്ക് ഒബ്റ്റൈൻഡ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പൊ പുതിയൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നൊരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കൊടുക്കുക? 3, 4, 4. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി 4 തന്നെയാണ്. അടുത്ത് ഇവിടെ 10 നേരും. അതായത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഇതിന്റെ ഫ്രീക്വൻസി നേരത്തെയുള്ള മുമ്പത്തെ കോളത്തിന്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിയിട്ട് 4, 6, 10. അടുത്ത അതേപോലെ തന്നെ 10, 5, 15. പിന്നെ അടുത്തിട്ട് 15, 3, 18. അങ്ങനെ നമ്മൾ കൂട്ടി പോകണം. 18, 1, 19 ഇവിടെ എഴുതും. 19, 7, 26 ഇവിടെ എഴുതി. 26, 3, 29 ഇവിടെ എഴുതും. 29, 2, 31 എഴുതും. 31, 3, 34 എഴുതും. 34, 1, 35 ഇവിടെ അവസാനിച്ചു. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയെ കുറിച്ച് നമുക്ക് മുമ്പേ പഠിച്ചതാണ്. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ 18ാമത്തെ ഒബ്സർവേഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 18 ഇവിടെ വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. 18ാമത്തത്. അപ്പോ 1 മുതൽ 4 വരെയുള്ളത് ഇവിടെയാണ്. 4 to 10 ഇതിനുള്ളിലുണ്ട്. 10 to 15 വരെയുണ്ട്. 15 to 18 വരെയുണ്ട്. അപ്പൊ 18ാമത്തെ ഒബ്സർവേഷൻ ഇവിടെയാണ് കിടക്കുന്നത് അല്ലെ? 18ാമത്തെ ഒബ്സർവേഷൻ ഇതാണ്. 18ാമത്തെ ഒബ്സർവേഷൻ, ആ ഒബ്സർവേഷൻ എന്തായിരുന്നു? ഇതാ 18ാമത്തെ ഒബ്സർവേഷൻ ഇങ്ങനെ പോയാൽ 7 മാർക്ക് എന്നതാണ് 18ാമത്തെ ഒബ്സർവേഷൻ ആയി വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ മീഡിയൻ 7 ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാല് 3 മാർക്ക് 4 കുട്ടികൾക്ക് കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രൂപത്തിലേക്ക് മാറ്റിയാൽ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എത്ര? 7 ആണ്. 18ാമത്തെ ഒബ്സർവേഷൻ കിട്ടുന്നത് 7 ആണ്. നമുക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി എഴുതാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി എഴുതാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞ 3 മാർക്ക് 4 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ എന്താ വീട്ടിൽ
3,3,3,3 അല്ലെ. പിന്നെയോ 5 മാർക്ക് 6 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 5, 1, 5, 2, 5, 3, 5, 4, 5, 5, 5, 6. പിന്നെയോ 6 മാർക്ക് 5 കുട്ടികൾക്ക്. 6-1, 6-2, 6-3, 6-4, 6-5, 6-6. 6 വേണ്ടല്ലോ, 1, 2, 5 മതില്ലേ. ഓക്കെ. പിന്നെയോ 7 മാർക്ക് 3 കുട്ടികൾക്ക്. അപ്പൊ 7-1, 7-2, 7-3. പിന്നെ 10 മാർക്ക് ഒരാൾക്ക്. 10. 11 7 ആൾക്ക്. 11 1, 11, 12, 11, 2, 11, 3, 11, 4, 11, 5, 11, 6, 11, 7. 12 3 ആൾക്ക്. 12 1, 12 2, 12 3 ആൾക്ക്. പിന്നെയോ 13 2 ആൾക്ക്. 13 1, 13 2 ആൾക്ക്. 14 3 ആൾക്ക്. 14 1, 14 2, 14 3. 15 ഒരാൾക്ക്. 15. ഇപ്പൊ ഇത്രയുമാണ് ശരിക്കും ഇതിന്റെ ഒബ്സർവേഷൻ. നമുക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഫ്രീക്വൻസി ആക്കി എഴുതിയിരുന്നത്. ഇപ്പൊ ഇങ്ങനെയാണിത് നമുക്ക് തന്ന ഡാറ്റ എങ്കിൽ ഇത് ആകെ തന്നത് 35 ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു ഇത് ഒറ്റയാണ്. ഒറ്റയാകുമ്പോൾ അതിലേക്ക് 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാം. 35 + 1 36. 36 2 കൊണ്ട് ഹരിച്ചാൽ 18. 18ാമത്തെ നമുക്ക് നോക്കിയാൽ മതി. 18ാമത്തെ ഒബ്സർവേഷൻ എവിടെയാണെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഉണ്ടാകും. 18ാമത്തെ ഒബ്സർവേഷൻ A ആണ്. അതുകൊണ്ട് ഇതിന്റെ മീഡിയൻ A ആണ്. നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തിയത്. ഇത് ശരിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചത്. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി ചെയ്യാം. ഈവൻ നമ്പർ ആണ് തന്ന ഡാറ്റ. അതിൽ ഈവൻ ഒബ്സർവേഷൻ ആണ് ഉള്ളത്. ഇത് 35 ഒറ്റയാണ്. ഇനി ഇരട്ടയുള്ളതിന് ഉദാഹരണം നോക്കാം. ഇവിടെ മറ്റൊരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. അതായത് ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുടെ ഭാരമാണ്, വെയിറ്റ് ആണ് ഇവിടെ കിലോഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. 40 കിലോ ഉള്ള 2 കുട്ടികൾ, 41 5 കുട്ടികൾ, 42 7 കുട്ടികൾ, 43 8 കുട്ടികൾ, 44 13 കുട്ടികൾ, 45 കിലോ ഉള്ള 26 കുട്ടികൾ, 46 കിലോഗ്രാം ഉള്ള 6 കുട്ടികൾ, 48 3 കുട്ടികൾ. ഇതിലെ കുട്ടികളുടെ മീഡിയൻ, ഇവരുടെ ഈ കിലോഗ്രാമിന്റെ വെയിറ്റിന്റെ മീഡിയൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ആദ്യം ചെയ്യേണ്ടത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലേക്ക് ഇതിനെ മാറ്റി എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് അതിനെ മാറ്റി എഴുതാം. പക്ഷേ ഇവിടെ അസെൻഡിങ് ഓർഡറിലേക്ക് ഇനി മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ടോ? അവിടെ തന്ന ഡാറ്റ ആദ്യം തന്നെ അസെൻഡിങ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. 40 41 42 43 44 45 46 48. ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് നമുക്ക് തന്ന ഡാറ്റ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റേണ്ടതില്ല. എന്നാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തായിരുന്നു? ഇതിലാകെ എത്ര ഡാറ്റയുണ്ട് എന്ന് നോക്കുക വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. 2 5 7 7 14 8 22 13 35 35 26 45 55 6 61 6 67 67 3 70. ടോട്ടൽ 70 സ്റ്റുഡൻസിന്റെ വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. 70 സ്റ്റുഡൻസിന്റെ വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ എണ്ണം ഇരട്ടയാണ് എന്ന് മനസ്സിലായി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടി എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇരട്ടയാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നടുവിലുള്ള 2 ഒബ്സർവേഷന്റെ മീൻ കാണുകയാണ് വേണ്ടത്. ഓക്കെ. ഇവിടെ 70 ആണ്. ഇതിൽ ഏറ്റവും നടുവിലുള്ള 2 ഒബ്സർവേഷൻ, 70ന്റെ ഏറ്റവും പകുതി എടുക്കുക 35, പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള സംഖ്യ 36. 35ാമത്തെയും 36ാമത്തെയും സംഖ്യയുടെ മീൻ കണ്ടാൽ അതിന്റെ മീഡിയൻ കിട്ടും അല്ലെ. നമ്മൾ നേരത്തെ റോഡാറ്റിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇരട്ട അക്കമാണ് ഉള്ളത് എങ്കിൽ ഏറ്റവും നടുവിലുള്ള 2 സംഖ്യയുടെ മീൻ കണ്ടാൽ അതാണ് മീഡിയൻ. ഓക്കെ. ഇവിടെ 70 ആണ്. ഏറ്റവും മധ്യത്തിലുള്ള സംഖ്യ 35, അതിന്റെ തൊട്ടപ്പുറത്തെ സംഖ്യ 36. 35ാമത്തെയും 36ാമത്തെയും സംഖ്യയുടെ മീൻ കാണുക, അതാണ് ഇതിന്റെ മീഡിയൻ. സോ നമ്മൾ ഇതിനു വേണ്ടി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടേബിൾ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ. 40 ഉള്ളത് 2 കുട്ടികൾക്കാണ്. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2 ആണ്. പിന്നെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓരോ നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട്. 2 പിന്നെ ഇതിൽ 2 5 കൂട്ടുമ്പോൾ 7 കിട്ടുന്നു. 7 പിന്നെ കൂട്ടുന്നു 14 ആയി. ആ 14ലേക്ക് അടുത്ത് 8 കൂട്ടി 22. 22ലേക്ക് 13 കൂട്ടിയാകുമ്പോൾ 35. 35ലേക്ക് 26 കൂട്ടി 61. 61 മാറും 67. 67 3 70. ഓക്കെ. 70 ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 35ാമത്തെയും 36ാമത്തെയും ഒബ്സർവേഷൻ ഏതാണ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഇതിൽ 35 ഇവിടെ കിടക്കുന്നത്
2 വരെ 2 ടു 7 7 ടു 14 14 ടു 22 22 ടു 35 22 മുതൽ 35 വരെയുള്ള ഒബ്സർവേഷൻ ഇവിടെ കിടക്കുന്നത് അല്ലെ 35ാമത്തെ ഒബ്സർവേഷൻ. അപ്പൊ ഇതാണ് 44 ആണ്. ഓക്കെ 35 കാരണം 35ാമത്തെയും 36ാമത്തെ ഒബ്സർവേഷനെ കണ്ടെത്തേണ്ടത് 22 മുതൽ 35 വരെ ഇതിനുള്ളിലാണ് കിടക്കുന്നത്. അതായത് 23 24 25 26 27 28 29 30 31 32 33 34 35 വരെ 44 ആണ് കിടക്കുന്നത് അല്ലെ. ഓക്കെ അപ്പൊ ഇവിടെ 44 ആണ്. 35ാമത്തെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടെത്തി 44. ഇനി 36ാമത്തെ ഒബ്സർവേഷൻ ഏതാണ്? 61 ആണ്. കാരണം എന്താ 35 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 36 37 38 39 40 മുതൽ 40 40 44 45 46 50 55 60 61 വരെ ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഓക്കെ അപ്പൊ 36 മുതൽ 61 വരെയുള്ള ഒബ്സർവേഷൻ ആരായിരുന്നു? 45 ആണ്. ഓക്കെ ശ്രദ്ധിക്കണം 36 നമ്മളിങ്ങനെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ നേരെ 70 അക്കങ്ങൾ നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. 35ാമത്തെയും 36ാമത്തെയും ഒബ്സർവേഷൻ എടുത്തതിന് മീൻ കണ്ടാൽ മതി. പക്ഷെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടാബ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നാണ് പരിശോധിക്കുന്നത്. 35ാമത്തെ ഒബ്സർവേഷൻ 44 എന്ന് കണ്ടെത്തി. 36ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 36 മുതൽ 61 വരെ ഇതിനുള്ളിലാണ് കിടക്കുന്നത്. 61 വരെ ഇതിനുള്ളിലാണ്. അപ്പൊ അത് ഇവിടെ 36 ടു 61 വരെ ഇതിനുള്ളിലായതാണ് 36ാമത്തെ ഒബ്സർവേഷൻ. ഇതവിടെ 45. അപ്പോ 35ാമത്തെ ഒബ്സർവേഷനും 36ാമത്തെ ഒബ്സർവേഷനും കിട്ടി. നമുക്ക് ഇനി ചെയ്യേണ്ടത് അവ രണ്ടിന്റെ മീൻ കാണുകയാണ് വേണ്ടത് അല്ലെ. അത് നമ്മൾ പറഞ്ഞത് ഏറ്റവും നടുവിലുള്ള 2 സംഖ്യകളുടെ മീൻ കാണുക. നടുവിലുള്ള 2 സംഖ്യ 44 45 അതിന്റെ മീൻ നമ്മൾ കാണാൻ പോവുകയാണ്. 44ന്റെയും 45ന്റെയും മീൻ 44 പ്ലസ് 45. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കേണ്ടി വരും? 2 കൊണ്ട് ഹരിച്ചാലും അതിന്റെ ആൻസർ കിട്ടും. 44 പ്ലസ് 45 44 പ്ലസ് 45 എത്ര? 44 പ്ലസ് 45 89 അല്ലെ. 89 89നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ എത്രയായിരിക്കും കിട്ടുക? 89നെ 2 കൊണ്ട് ഹരിച്ചാൽ 44. ഓക്കെ 44 ഇതിന്റെ ആൻസർ. ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 44 ഓക്കെ വെരി സിമ്പിൾ ആണ്. നമുക്ക് മീഡിയൻ കണ്ടെത്താൽ സിമ്പിൾ ആണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ. ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് പരിശോധിക്കുക. അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഓക്കെ ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈറ. ഇലാ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.